എപ്പിസോഡ് 88. ഈ എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പിസോഡ് മുഴുവൻ ഒരൊറ്റ ടാസ്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. വേറെ ടാസ്കുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ടാസ്ക്, അതിനെ റിലേറ്റ് ചെയ്ത് നടന്ന സംഭവങ്ങൾ, ഇത് മാത്രം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പറയാൻ മാത്രമായിട്ട് ഒന്നുമില്ല. കാരണം ടിക്കറ്റ് ഫിനാലെ കഴിഞ്ഞു, അതുപോലെ പണപ്പെട്ടി ടാസ്ക് കഴിഞ്ഞു. മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉള്ളത് ആകെ എവിക്ഷനാണ്. അതിനിടയിൽ വല്ലപ്പോഴും കുറച്ച് ടാസ്കുകൾ വന്നാലായി, അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും അവിടെ സംഭവിക്കാനില്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതലും ഇങ്ങനെയുള്ള ടാസ്കുകളായിരിക്കും. അപ്പോൾ ടാസ്കിലേക്ക് വരാം. ഇന്നലെ നടന്ന നാട്ടുരാജാവ് ടാസ്കിന്റെ ബാക്കിയാണ് ഇന്നും നടന്നത്. അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ നടന്നത്. ഇന്നലെ സായി സിജോയാണ് രാജാവായിരുന്നെങ്കിൽ ഇന്ന് ജിൻഡോയും ജാസ്മിനുമാണ് രാജാവാകുന്നത്. ഈ ദണ്ടും അതുപോലെ താക്കോലും കൈക്കലാക്കുന്ന അടുത്തയാൾ രാജാവാകുമെന്ന് ബിഗ് ബോസ് പറഞ്ഞിരുന്നു. അങ്ങനെ ലാസ്റ്റ് ജിൻഡോയുടെ കയ്യിലാണ്, അതായത് കഴിഞ്ഞ ദിവസം ഈ ഒരു മത്സരം കഴിയുമ്പോൾ ജിൻഡോയുടെ കയ്യിലാണ് ഈ ദണ്ടും താക്കോലും ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ജിൻഡോ രാജാവായി മാറുന്നത്. ആദ്യം തന്നെ പറയാലോ, ജിൻഡോ അടിപൊളിയായി ടാസ്ക് ചെയ്തു. കാരണം രാജാവാകുന്ന ആൾക്ക് 5 ഉത്തരവുകളിലൂടെ ബിഗ് ബോസ് വീട് ഭരിക്കാൻ സാധിക്കും. പണ്ടാണെങ്കിൽ നമുക്കറിയാം, കിട്ടിയ ചാൻസിൽ ജിൻഡോ മറ്റുള്ളവർക്ക് പണി കൊടുക്കും. ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഒരുപാട് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചേഞ്ച് അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. ജിൻഡോ അധികാരം കിട്ടിയതിന് ശേഷം ഡിഫറൻ്റ് ആയി 5 മത്സരങ്ങൾ വെച്ച് അതിൽ ജയിക്കുന്ന ആരാണോ അവർക്ക് ഈ താക്കോല് കൊടുക്കുകയാണ് ചെയ്തത്. അതായത് ഈ അധികാരം കൈമാറുകയാണ് ചെയ്തത്. സായി ആണെങ്കിലും സിജോ ആണെങ്കിലും അവരുടെയൊക്കെ അധികാരം മറ്റുള്ളവരെ കൈക്കലാക്കുകയാണ് ചെയ്തെങ്കിലും ജിൻഡോ ഒരു വെറൈറ്റി കൊണ്ടുവന്നു. ഇതാണെങ്കിലും ബാക്കിയുള്ളവർക്കും ആക്സെപ്റ്റബിൾ ആയിരുന്നു. അവർ നല്ല പോലെ എൻജോയ് ചെയ്തിരുന്നു ഓരോ മത്സരങ്ങളും. ഫൺ രീതിയിൽ എല്ലാവരും അതിനെ നോക്കിക്കണ്ടു. അതായത് കസേര കളി, സ്പൂൺ റൈസ്, ഈ കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക, അതുപോലെ സുന്ദരിക്ക് പൊട്ട് തൊടുക, ചെയറിൽ കാല് തൊടാതെ നിൽക്കുക, ഇതൊക്കെയാണ് ജിൻഡോ രാജാവ് കൊടുത്ത മത്സരങ്ങൾ. എല്ലാവരും നല്ല രീതിയിൽ ഒരലമ്പുണ്ടാക്കാതെ ജിൻഡോ പറഞ്ഞ പോലെ ചെയ്തു. ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത് ജാസ്മിനാണ്. അങ്ങനെ ജാസ്മിന് ജിൻഡോ പറഞ്ഞ പോലെ ഈ അധികാരം കൈമാറുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ആരും ഈ ഒരു ദണ്ടും താക്കോലും ഒന്നും പിടിച്ചു വലിക്കാനൊന്നും ശ്രമിച്ചിരുന്നില്ല. കാരണം ജിൻഡോ പറഞ്ഞ പോലെ തന്നെ ആരാണോ ജയിച്ചത് അവർക്ക് ഈ അധികാരം കൈമാറി. അത്യാവശ്യം നല്ല രീതിയിൽ, നല്ല എൻ്റർടൈനിങ് ആയി ഫൺ രീതിയിൽ ഈ ടാസ്ക് ജിൻഡോ ചെയ്തു. അതുവരെ സ്മൂത്തായി പോയ ടാസ്ക് ഈ ജാസ്മിനെ ഈ അധികാരം എത്തിയപ്പോൾ നേരെ റൂട്ട് മാറിയ അവസ്ഥയായി. കാരണം ജാസ്മിൻ രാജ്ഞി ആയതിനു ശേഷം മറ്റുള്ള രാജാക്കന്മാരെ പോലെ ഒന്നും ആയിരുന്നില്ല. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള രാജ്ഞിയായിരുന്നു. ഒരു ടാസ്ക് ആണെങ്കിലും കേൾക്കുന്നവർക്ക് ഫൺ ടാസ്കിൽ ഇത്രയും വേണോ എന്നൊക്കെ തോന്നും. കാരണം ജാസ്മിൻ തന്നെ ഓൾറെഡി പറഞ്ഞു, ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള രാജ്ഞിയാണെന്നൊക്കെ. അതുകൊണ്ട് തന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് ജാസ്മിൻ കൊണ്ടുവന്നത്. അനാവശ്യ തമാശകളും സംസാരവും ഒന്നും പാടില്ല, ചിരിക്കരുത്. അതായത് ജാസ്മിൻ പറയാതെ സംസാരിക്കാനോ ചിരിക്കാനോ ഒന്നും പാടില്ല. ഇങ്ങനെ ഓരോന്നായിരുന്നു ജാസ്മിൻ്റെ റൂളുകൾ. ഇതൊക്കെ സ്മൂത്തായി പറഞ്ഞിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് ഭയങ്കര സ്ട്രിക്റ്റ്. അതായത് ജാസ്മിൻ്റെ നോർമൽ ക്യാരക്ടർ എങ്ങനെയാണോ ആ ഒരു രീതിയിലാണ് ഈ ഒരു രാജ്ഞി ആയപ്പോഴും സംസാരിക്കുന്നത്. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, ഒരു താല്പര്യം ഇല്ലാത്തതുപോലെയാണ് ചെയ്തത്. എന്നാലും ടാസ്ക് ആയതുകൊണ്ട് തന്നെ എല്ലാവരും നല്ലപോലെ ചെയ്തു. ഇതിൻ്റെ ഇടയിലാണ് സിജോ രാജ്ഞിയുടെ ദണ്ട് മോഷ്ടിച്ചത്. അതായത് ദണ്ട്, ഈ വടി പോലത്തെ സംഭവം മോഷ്ടിച്ചത്. അവിടെ നിന്നാണ് പിന്നെയുള്ള വഴക്ക് മൊത്തം സംഭവിച്ചത്. ദണ്ട് പോയതോടെ ജാസ്മിൻ ഈ പ്രജകളായ ശ്രീധുവിനോടും അഭിഷേകിനോടും വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു. ലാസ്റ്റ് ശ്രീധുവിൻ്റെ കയ്യിൽ ഈ ദണ്ട് കിട്ടുന്നുണ്ട്. ശ്രീധു അത് കൊടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ പിന്നെ ജാസ്മിൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടിയ സമയം കൊണ്ട് താക്കോല് അഭിഷേകിന് കൊടുത്തു. ഓൾറെഡി ബിഗ് ബോസ് പറഞ്ഞിരുന്നു, ഈ ദണ്ട് പോയാൽ നടക്കാൻ പറ്റില്ല, അതുപോലെ കീ പോയാൽ സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ. സ്വാഭാവികമായും ഇതൊക്കെ കണ്ടതോടെ ബാക്കിയുള്ള മത്സരാർത്ഥികൾ, അതായത് ജാസ്മിൻ്റെ കയ്യിൽ ഓൾറെഡി ദണ്ടും ഇല്ല, അതുപോലെ കീയും ഇല്ല. അപ്പോൾ ജാസ്മിനോട് സംസാരിക്കരുത്, അനങ്ങാതെ നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ജാസ്മിന് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത്. റൂൾസ് ഫോളോ ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇരിക്കണം, സംസാരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ജാസ്മിൻ മുമ്പോട്ട് വരുന്നത്. അതായത് ഒരു ടാസ്ക് ആണെന്നൊന്നും അറിയാതെ എല്ലാം പേഴ്സണലി എടുത്തിട്ടാണ് ഈ ഒരു സംഭവത്തെ കണ്ടത്. മാക്സിമം എല്ലാവരും ജാസ്മിനെ എങ്ങനെയാണ് ഗെയിം എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ, അതായത് കൺവിൻസ് ചെയ്ത് കൊടുക്കാൻ ശ്രമിച്ചുവെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിരുന്നില്ല. ജാസ്മിൻ സായി ഇന്നലെ ചെയ്തത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ടാസ്കിനിടയിൽ സായിയുടെ താക്കോലും ദണ്ടും പോയിട്ടും സായി സംസാരിച്ചുകൊണ്ടിരുന്നു, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെയാണ് പറഞ്ഞത്. അതായത് സായി കീ പോയിട്ടും സംസാരിച്ചിരുന്നു, അങ്ങനെ ഇങ്ങനെ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് ടാസ്ക് എന്ന് മറ്റുള്ളവർ പറയുന്നത് മനസ്സിലാക്കാൻ പോലും ജാസ്മിൻ തയ്യാറായിരുന്നില്ല. ലാസ്റ്റ് ബാക്കിയുള്ള എല്ലാവരും ചേർന്ന് കളിയാക്കാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് ഫുൾ കരച്ചിൽ. അതായത് ജാസ്മിൻ രാജ്ഞിയായി എന്നറിഞ്ഞത് ആർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെയും ഫേസിൽ അത് ഉണ്ടായിരുന്നു. അർജുൻ അതുപോലെ അഭിഷേകൊക്കെ സംസാരിച്ചത് ഹേർട്ടായി. അങ്ങനെ ഫുള്ള് കരച്ചിലായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ജാസ്മിനും സിജോയും തമ്മിൽ ഒരു വഴക്കുണ്ടാവുന്നുണ്ട്. അതായത് ഈ ജാസ്മിൻ ഗാർഡൻ ഏരിയയിൽ പോയിരുന്നിട്ടാണ് ഈ സംഭവങ്ങൾ ഇങ്ങനെ എണ്ണി പറക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ടൈമിൽ എല്ലാവരും ഈ ഒരു
ഗാർഡൻ ഏരിയയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ജാസ്മിൻ പറയുന്നത് കേട്ടിട്ടാണ് സിജോയും അതുപോലെ ജാസ്മിനും തമ്മിൽ വഴക്കാണ്. അതായത് സിജോ എപ്പോഴും നോറേനെയും അതുപോലെ ജാസ്മിനെയും ടാർഗറ്റ് ചെയ്യാൻ കിട്ടിയ ഒരു ചാൻസും മിസ്സാക്കാറില്ല, അതാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. സ്വാഭാവികമായും സിജോ ഇതിന് മറുപടി കൊടുത്തു. അങ്ങനെ അതിന്റെ ബേസിൽ ഒരു വഴക്കുന്നുണ്ടാവുന്നുണ്ട്. മെജോറിറ്റി ആൾക്കാരും ഈ ഒരു സംഭവത്തിൽ ജാസ്മിനെ എതിർത്തിരുന്നു. ശ്രീതു കാര്യങ്ങൾ മാക്സിമം പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും അവിടെയും ജാസ്മിൻ അതൊന്നും അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. സത്യം പറഞ്ഞാൽ ജാസ്മിന് ടാസ്ക് എന്താണെന്ന് മനസ്സിലാക്കാതെ കളിച്ചതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത് ടാസ്കിനെ ടാസ്കായി കണ്ടില്ല, പകരം പേഴ്സണലായി കണ്ടു. അതുകൊണ്ടാണ് അർജുനും അതുപോലെ അഭിഷേകൊക്കെ പേഴ്സണലി ഹേർട്ട് ചെയ്തെന്ന തോന്നൽ വന്നത്. നോറ, ശ്രീതു ഇവരൊക്കെ ആവും വിധം ഇതൊരു ടാസ്ക് ആണെന്ന് പറഞ്ഞു കൊടുത്തിട്ട് പോലും ജാസ്മിൻ അത് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. പകരം നോറയോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് സംഗതി വഷളാക്കി. നമുക്കറിയാം സീസൺ 6ന്റെ സ്റ്റാർട്ടിങ് മുതലേ ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ ജാസ്മിന് ബുദ്ധിമുട്ടാണ്. തൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് അറിഞ്ഞാലും അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ സ്റ്റാർട്ടിങ് മുതൽ ഈ കഴിഞ്ഞ ദിവസവും വരെ നടന്നിരുന്നു. അതിൻ്റെ ബാക്കിയാണ് ഈ ടാസ്കിൻ്റെ ഇടയിലും കണ്ടത്. അതാണ് ബാക്കിയുള്ള മത്സരാർത്ഥികളെ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുന്നത്. എന്ത് വന്നാലും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ ഇതാണ്. അതായത് തെറ്റ് വന്നു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യില്ല, അതാണ് പ്രശ്നം. ഇവിടെയും ഈ പറഞ്ഞ പോലെ മറ്റുള്ളവർ പറഞ്ഞത് മനസ്സിലാക്കി പോയിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം അവിടെ സംഭവിക്കില്ലായിരുന്നു. എന്തായാലും ടാസ്ക് അങ്ങനെ കഴിഞ്ഞു. ഇനി ഇതിൻ്റെയൊക്കെ ഇടയിൽ എടുത്തു പറയേണ്ട ഒരു സംഭവം വരുന്നുണ്ട്. അതായത് എപ്പോൾ നോക്കിയാലും വഴക്കിട്ടുകൊണ്ടിരുന്ന രണ്ടാൾക്കാരെ ഭയങ്കര കൂട്ടായിട്ടുണ്ട്. ആരാണെന്നല്ലേ? ജിൻഡോ, നോറയാണ്. അതായത് ശത്രുക്കളായിരുന്ന രണ്ടാളും സംസാരിക്കുന്നു, ഒരുമിച്ചിരിക്കുന്നു, അഭിപ്രായം ചോദിക്കുന്നു, പരസ്പരം അഭിനന്ദിക്കുന്നു. അങ്ങനെയൊക്കെയാണ് നിലവിലെ പോക്ക്. അതായത് ഇന്നലെ രാജാവ്, അതായത് ഈ നാട്ടുരാജാവ് ടാസ്കിൽ നോറ ജിൻഡോട് പറയുന്നുണ്ട് ടാസ്ക് നന്നായി ചെയ്തു, അടിപൊളിയായി ജിൻഡോ ചേട്ടാന്നൊക്കെ. ഇതൊക്കെ കേൾക്കുമ്പോൾ ആർക്കായാലും അത്ഭുതം തോന്നില്ല. കാരണം ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേതിന് സദാസമയവും വഴക്കായിരുന്നു ഇവർ രണ്ടുപേരും. അങ്ങനെയുള്ളവരെ ഇതുപോലെ ആകുമ്പോൾ, പ്രത്യേകിച്ച് നോറ, ജിൻഡോ പിന്നെയും സംസാരിക്കാനൊക്കെ ഇടയ്ക്ക് പോകാറുണ്ട്, പക്ഷെ നോറ അങ്ങനെയല്ല. ഒരു തരത്തിലും ജിൻഡോനെ അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. ജിൻഡോയ്ക്കെതിരെ കിട്ടുന്ന എല്ലാ ചാൻസും മാക്സിമം നോറ യൂട്ടിലൈസ് ചെയ്തിട്ട് ജിൻഡോയ്ക്കെതിരെ നിൽക്കുന്ന ആളാണ്. ഈ സീക്രട്ട് റൂമിൽ പോയി വന്നതിന് ശേഷമാണ് കേട്ടോ ഈ നോറയ്ക്ക് ഭയങ്കര ചേഞ്ച് ഉണ്ടായത്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ജിൻഡോ നോറേനെ കുറിച്ച് സംസാരിക്കും, അതായത് നല്ല രീതിയിൽ സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ടായിരിക്കണം ഈ ഒരു മാറ്റം സംഭവിച്ചത്. അതുപോലെ തിരിച്ചെത്തിയപ്പോൾ ജിൻഡോ മാത്രമാണ് വെൽക്കം ബാക്ക് എന്ന് പറഞ്ഞ് നോറേനെ വീട്ടിലേക്ക് വിളിച്ചത്. ബാക്കി ആരും ജസ്റ്റ് തിരിച്ചു വരൂ എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നോർമൽ രീതിയിലാണ് ഉണ്ടായിരുന്നത്. ഇതുകൊണ്ടൊക്കെ ആയിരിക്കണം ഈ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടാവുക. എന്തായാലും സംഗതി സക്സസ് ആയിട്ടുണ്ട്. പ്രേക്ഷകർക്കും ഹാപ്പി ആയിരിക്കും. കാരണം രണ്ടുപേരും ബദ്ധ ശത്രുക്കൾ എന്നൊക്കെ പോലെയായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ സംസാരിക്കുന്നു, ഒരുമിച്ചിരിക്കുന്നു, അഭിപ്രായങ്ങൾ പറയുന്നു. എന്തായാലും നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. എന്തായാലും ജാസ്മിന് ശേഷം പുതിയ രാജാവ് ആകാത്തത് കൊണ്ട് തന്നെ ഈ നാട്ടുരാജാവ് ടാസ്ക് ഇന്നലോടുകൂടി അവസാനിച്ചു. ഇന്ന് പുതിയ ടാസ്ക്കാണ് ബിഗ് ബോസ് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതലും ഇതുപോലുള്ള ടാസ്കുകളായിരിക്കും ഉണ്ടാവുക. പ്രൊമോയിൽ ഇന്ന് അവർക്ക് ഓരോ ക്യാരക്ടേഴ്സായി, അതായത് വീടിനുള്ളിൽ തന്നെ ഓരോ ആൾക്കാരെ ക്യാരക്ടേഴ്സായി അഭിനയിക്കാനാണ് നൽകുന്നത്. ഇതിന്റെ ഇടയിൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊന്നും അറിയില്ല. ഇന്ന് 88ാമത്തെ ദിവസമായി. ഇനിയുള്ളത് ആകെ 10-13 ദിവസമാണ്. ഇതിന്റെ ഇടയിൽ ഇനി 8 പേരിൽ നിന്ന് 3 ആൾ എവിക്റ്റ് ആവണം, എന്നാലാണ് ടോപ്പ് 5ലേക്ക് എത്തുള്ളൂ. ഇനി പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊന്നും അറിയില്ല. അപ്പോൾ അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായി നാളെ കാണാം.